കട്ടപ്പന ടൗൺ ഹാൾ ബൈപ്പാസ് റോഡ് തുറന്നുകൊടുത്തു. റോഡ് നിർമ്മാണത്തെ തുടർന്ന് കഴിഞ്ഞ 15 ദിവസമായി ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിരുന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോഫർ ഫർണിച്ചർ, ഓപ്പോസിറ്റ് KSRTC ഡിപ്പോ, വെള്ളയാംകുടി, കട്ടപ്പന. കട്ടപ്പന ഇടുക്കിക്കവല ബൈപ്പാസ് റോഡിൽ നിന്ന് ടൗൺ ഹാൾ ജംഗ്ഷനിലേക്കുള്ള ബൈപ്പാസ് റോഡ് വർഷങ്ങളായി ടാറിംഗ് പൊളിച്ച് കുണ്ടും കുഴിയുമായി മാറിയിരുന്നു. മഴ പെയ്യുമ്പോൾ വലിയ വെള്ളക്കെട്ടും ഇവിടെ രൂപപ്പെടുമായിരുന്നു. റോഡിന്റെ ഇരുവശങ്ങളിലും തണൽ മരങ്ങളുള്ളതിനാൽ നിരവധി പേരാണ് ഇവിടെ വിശ്രമിക്കുന്നതിനായി എത്തുന്നത്. നഗരസഭ തണലിടം പദ്ധതി നടപ്പാക്കാൻ പോകുന്നതും ഇവിടെയാണ്. പദ്ധതിയുടെ ആദ്യപടിയെന്ന നിലയ്ക്കാണ് വാർഡ് കൗൺസിലർ സോണിയ JB 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 7 ലക്ഷം രൂപ അനുവദിച്ച് റോഡ് കോൺക്രീറ്റ് നടത്തിയത്. എന്ന ഒരു മിനി പാർക്ക് യാഥാർത്ഥ്യമാകാനുള്ള ഇതിന്റെ ഒരു ചെറിയ തുടക്കമാണ് ഇന്ന് ഈ നാടമുറിക്കൽ ചടങ്ങിലൂടെ നാം സ്വപ്നം കാണുകയും യാഥാർത്ഥ്യമാക്കാനായിട്ട് പോകുന്നതും. നഗരസഭയുടെ ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ 15 ലക്ഷം രൂപ ഈ പ്രദേശത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി 15 ലക്ഷം രൂപ നഗരസഭ മാറ്റിവെച്ചിട്ടുണ്ട്. ഒപ്പം അമൃത് പദ്ധതിയിലൂടെ നമുക്ക് 35 ലക്ഷം രൂപ കിട്ടുമെന്ന പ്രതീക്ഷയിൽ സംസ്ഥാന സർക്കാരിൻ്റെ നമ്മളുടെ പദ്ധതികൾക്കായിട്ടുള്ള അംഗീകാരം കിട്ടിക്കഴിഞ്ഞു. ഇനി ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തിനായിട്ട് ഫയൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ തണലിടം പദ്ധതി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതിയുടെ സാക്ഷാത്കാരത്തിനായിട്ട് നഗരസഭയുടെ പിന്തുണ വേണം. ഒപ്പം നാട്ടുകാരായ നമ്മുടെ എല്ലാവരുടെയും സഹകരണവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് 101 മീറ്റർ നീളത്തിലാണ് റോഡ് കോൺക്രീറ്റിംഗ് നടത്തിയിരിക്കുന്നത്. റോഡിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി സാറ്, വാർഡ് കൗൺസിലർ ഏറ്റവും പ്രിയങ്കരിയായ സോണിയ JB, സെക്രട്ടറി മണികണ്ഠൻ സാറ്, അതുപോലെ നമ്മുടെ ഈ പ്രദേശവാസിയായ പൂമറ്റൻ ചാച്ചൻ, ഓവർസിയർമാർ, അതുപോലെ സുമിത്ത്, മറ്റ് പ്രദേശവാസികളെ, എൻ്റെ സഹോദരന്മാരെ, നമ്മുടെ പ്രദേശത്ത് റോഡ്, വഴിയും വെള്ളവും നമ്മൾക്ക് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. അത് കൊണ്ടുവരിക എന്നത് വളരെ ബുദ്ധിമുട്ടുമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു കൗൺസിലർ ആകാൻ എളുപ്പമാണ്, പക്ഷേ അവരനുഭവിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നമുക്കാർക്കും അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ ഫണ്ടുകൾ വെച്ച് കഴിഞ്ഞാൽ ഇതിന് വരുന്ന നൂലാമാലകൾ എന്താണെന്ന് നമുക്കാർക്കും പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അതുപോലെയുള്ള നൂലാമാലകളിലൂടെ കടന്നാണ് നമ്മൾ ഓരോ പ്രദേശത്തെയും റോഡുകൾ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വാർഡ് കൗൺസിലർ എന്ന നിലയ്ക്ക് സോണിയയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയുണ്ടായി. അതുപോലെ തന്നെ 7.5 ലക്ഷം രൂപ മുടക്കിയാണ് ഈ റോഡിൻ്റെ പണി പൂർത്തീകരിച്ചത്. ഇനി അതുപോലെ തന്നെയാണ് മറ്റ് തണലിടത്തിൻ്റെ പണി നന്നായിട്ട് തന്നെ ഇത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാവിധ സഹായ സൗകര്യങ്ങളും നിങ്ങൾ പ്രദേശവാസികളാണ് ചെയ്തു കൊടുക്കേണ്ടത്. ഞങ്ങൾ കൗൺസിലർമാരെ സംബന്ധിച്ചിടത്തോളം ഫണ്ടിടുക എന്ന് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇത് ഏറ്റെടുത്ത് നടത്തുന്ന ഓരോ കോൺട്രാക്ടർമാർ, അവരും നല്ല രീതിയിൽ തന്നെ ഞങ്ങളുടെ ഒപ്പം നിന്നെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. പോരെ നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി, സെക്രട്ടറി R മണികണ്ഠൻ, KDF സെക്രട്ടറി സുമിത് മാത്യു, നഗരസഭാ ഉദ്യോഗസ്ഥർ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഗോഫറിൽ വമ്പൻ ഓഫറിൽ വമ്പനോണം. ഈ ഓണത്തിന് ഗോഫർ ഫർണിച്ചറിൽ നിന്നും 50% വിലക്കുറവിൽ ഫർണിച്ചറുകൾ വാങ്ങാം. 100-ൽ പരം ഡിസൈൻസിലുള്ള സോഫ സെറ്റുകൾ, വിവിധ തരത്തിലുള്ള ഓഫീസ് ഫർണിച്ചറുകൾ, വെറൈറ്റി കളേഴ്സിലും ഡിസൈൻസിലുമുള്ള വാർഡ്രോബുകൾ, ബെഡ്റൂം സെറ്റ് പ്ലസ് കട്ടിൽ പ്ലസ് 3 ഡോർ വാർഡ്രോബ്, ഡ്രസ്സിംഗ് ടേബിൾ, ബെഡ് സൈഡ് ബോക്സ്, ബെഡ്റൂം സെറ്റ് പാക്കേജുകൾ 23,999 മുതൽ ആരംഭിക്കുന്നു. നിങ്ങളുടെ പഴയ ഫർണിച്ചർ മാറ്റി പുതിയ ഫർണിച്ചർ വാങ്ങാൻ എക്സ്ചേഞ്ച് ഓഫർ. എയറോഫിറ്റ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സിന് 40% വരെ വിലക്കുറവും. ഈ ഓണം നന്നായി ഇരുന്നോണം. ഗോഫർ ഫർണിച്ചർ, ഓപ്പോസിറ്റ് KSRTC ഡിപ്പോ, വെള്ളയാംകുടി, കട്ടപ്പന.